അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന അയാൾ റിപ്പോർട്ടാക്കുന്ന ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എപ്പോഴും ദ്വാർന്നോണ്ടിരുന്ന ഒരു ദ്വാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅത്തി നിഖമതിക വ ജമീഇ സഖതിക. ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദ്വാർക്കുന്ന ദ്വാ ഒരു മനുഷ്യനായി പറന്നവനു അത്യമൂല്യമായൊരു ദ്വാ ആയിട്ടിക്കിട്. ഈ ദുനിയാവിൽ ജീവിക്കുന്ന ടൈമിലു ഭാരി അമൂല്യമായ അഗത്യം ചെന്നിങ്ങമേവല അത്യഗത്യമായ ഒരു ദ്വായിട്ടിക്കിട് ഈ ദ്വാ. അല്ലാഹുമ്മ പടച്ചവരെ ഇന്നി അഊദു ബിക നിൻ്റൊട്ടിക്ക് ഞാൻ കാവൽ തേടുറേ മിൻ സവാലി നിഅമതിക നീ തന്ന നേമത്ത് നീങ്ങിപ്പോണ്ടതിന് തൊട്ടു, നീ തന്ന നേമത്ത് അത് റിമൂവ് ആക്കണതിന് തൊട്ട് നിൻ്റൊട്ടിക്ക് ഞാൻ കാവൽ തേടുറേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന എത്രമോ നേമത്തുകളുണ്ട്. ആ നിയമത്ത് ഓരോ അംഗങ്ങൾ, ഞങ്ങളെ കണ്ണാവട്ട്, ഞങ്ങളെ നാവാവട്ട്, ഞങ്ങളെ കൈയാവട്ട്, ഞങ്ങളെ കാലാവട്ട്, ഞങ്ങളെ ശരീരത്തിലുള്ള ഓരോ അംഗാംഗങ്ങൾ, ഞങ്ങളെ ശരീരത്തിലുള്ള ശക്തിങ്ങ, ഞങ്ങളെ ബുദ്ധിശക്തി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങളെ എല്ലാ ശരീരത്ത് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടുള്ള എല്ലാ അംഗങ്ങളും എല്ലാ ശക്തികളും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നിഅമത്ത് ആഫിയത്ത്. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ, ഞങ്ങളെ കച്ചവട, ഞങ്ങളെ ഡ്യൂട്ടിങ്ങ, അതേപോലെ ഞങ്ങളെ പെഞ്ഞി മക്ക, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നിയമത്ത്. അതിനേക്കാണ് ഏറ്റവും വലിയ നിയമത്ത് അല്ലാഹു തആല ഞങ്ങളെ മുഅ്മിനാക്കി പഠിച്ചത് ചെല്ലത്. ഏറ്റവും ഒന്നാമത്തെ നിയമത്ത് ഞങ്ങൾക്ക് അല്ലാഹു തആല ഞങ്ങളെ മുസ്ലിമാക്കിരോ ചെല്ലത്, അത് വലിയ നിയമത്ത്. ഈ നിയമത്ത് അത് റിമൂവ് അവിടുത്തെ തൊട്ടു നിൻ്റെ ഞാൻ കാവൽ തേട റബ്ബേ. ഒരാൾക്കൊരു കാല് നഷ്ടപ്പെട്ടെങ്കിൽ, ഒരാൾക്കൊരു കണ്ണ് നഷ്ടപ്പെട്ടെങ്കിൽ, ഒരാൾക്ക് ചെറിയ ഷുഗർ വന്നിട്ട് ആഫിയത്ത് നഷ്ടപ്പെട്ടെങ്കിൽ എത്രമാത്രം ടെൻഷൻ, കാല് ഒരു മുട്ടുനമ്പല തുടങ്ങിയമേയാവും, എത്രമാത്രം ബേജാറ്, എത്രമാത്രം ദുഃഖം ഒരു മനുഷ്യകു. അപ്പോൾ അള്ളാഹുരൊട്ടിಗೆ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങളൊട്ടിಗೆ ദ്വാർക്ക് പടിപാട്ടി ഏറ്റവും അത്യഗത്യമായ ഒരു ദ്വാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക പടച്ചോനെ നിൻ്റൊട്ടിಗೆ ഞാൻ കാവൽ തേടറേ മിൻ സവാലി നിഅമതിക നീ നക്ക് തന്ന നിഅമത്ത് അത് റിമൂവ് ആക്കിടതിരെ തൊട്ടു നിൻ്റൊട്ടിಗೆ ഞാൻ കാവൽ കേൾക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു നിഅമത്ത് എടുത്തെങ്കിൽ പിന്നെ ഏത് മനുഷ്യൻ എന്തവിടെ പിന്നെ ആക്കിയെങ്കിലും അത് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്റ്റ് തന്ന പോലത്തെ ഒരു ഒരു ഫീലിംഗ് ആക്കും ആർക്കും സാധ്യമല്ല. കറക്റ്റ് അതുപോലെ ആവുക ഒരാൾക്കും സാധ്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലമേ പിന്നെ എന്താക്കണു വീണ്ടും അതെന്താക്കണു കണ്ടീഷൻ ആക്കി തരണു. അങ്ങനെയെങ്കിൽ ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ശക്തി പ്രകാര വേറെ ഏത് ಅದಕ್ಕೆ ബദൽ വ്യവസ്ഥ ആക്കിയെങ്കിലും അതാവില്ല. അതുവേ അല്ല ചെയ്തത് അതായിട്ട് കിടുവൈൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. ഖുർആൻ ചൊല്ലു അള്ളാഹുടെ നിയമത്തോ നിങ്ങൾ എണ്ണ പോയെങ്കിൽ നിങ്ങൾക്കത് എണ്ണിട്ട് തീർക്കാൻ സാധ്യമില്ല. അത്രയും വലിയ നിയമത്തുകളായിട്ട് അള്ളാഹു നിങ്ങൾക്ക് തന്നറോ. അതേപോലെ രണ്ടാമത്തത് വ തഹവ്വുലി ആഫിയതിക അതിലൊരു ഭാഗമായിട്ട് നിയമത്ത് ചൊല്ലുമ്പോൾ അത് ഒരു ആമായ ഒരു വ്യാപകമായൊരു വാക്ക്, അതിലൊരു പ്രത്യേകമായൊരു ഭാഗമായിട്ട് ആഫിയത്ത് ചൊല്ലത്. ആഫിയത്തും അള്ളാഹുടെ നിയമത്തിൽപ്പെട്ടതേ. ആഫിയത്ത് എടുത്തിട്ട് പ്രത്യേകമായിട്ട് ദ്വാരക്കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഫിയത്ത് റിമൂവ് ആവിടതിരെ തൊട്ടു ഞങ്ങൾ ആരോഗ്യം നഷ്ടപ്പെട്ടതിരെ തൊട്ടു നിൻ്റൊട്ടിಗೆ ഞാൻ കാവൽ കേൾക്കട പഠിച്ചവനെ. അതേപോലെ ഞങ്ങൾ ആരോഗ്യത്തോ ചില അർത്ഥപ്രകാരം ഞങ്ങൾ ആരോഗ്യത്തോ വേറെ ഭാഗത്തേക്ക് തിരിക്കുന്നതിന് തൊട്ടും നിൻ്റൊട്ടിಗೆ ഞാൻ കാവൽ കേൾക്കട്ടെ. ഞങ്ങൾ ആരോഗ്യത്തെ എപ്പോഴും അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് തിരിക്കണം. അള്ളാഹുടെ തൃപ്തി അല്ലാത്തതൊക്കെ തിരിക്കുന്നതിന് തൊട്ടും നിൻ്റൊട്ടിಗೆ ഞാൻ കാവൽ കേൾക്കട എന്ന ഒരു രൂപത്തിലുള്ള വിശദാംശവും അവിടെ കണ്ട്. വ തഹവ്വുലി ആഫിയതിക നീ തന്നൊരു ആഫിയത്ത് അത് നിക്ക് വേനായിട്ട് ചിലവാക്കൂ തൗഫീക്ക് കിട്ടണു. നിൻ്റെ പൊരുത്തത്തിക്ക് വേനായിട്ട് ചിലവാക്കൂ അള്ളാഹു തൗഫീക്ക് തരണു. അത് അല്ലാണ്ട് നിൻ്റെ പൊരുത്തില്ലാത്തതൊക്കെ ചിലവാക്കുന്നതിന് തൊട്ട് നിൻ്റൊട്ടിಗೆ ഞാൻ കാവൽ കേൾക്കട. അതേപോലെ ആഫിയത്ത് റിമൂവ് ആയി പോകേണ്ടതിന് തൊട്ടും നിൻ്റൊട്ടിಗೆ ഞാൻ കാവൽ കേൾക്കട ചെല്ലോ. ഈ ഒരു അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രത്യേകമായൊരു ദ്വാ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. അതോടൊപ്പം ഒ ഫുജാ അത്തി നിഖ്മത്തിക, പെട്ടെന്ന് ഞങ്ങൾ ഗൊന്തിലാട്ടെ സഡൻ ഒരു ആഫത്ത് മുസീബത്ത് ಬಂದು എത്ര തൊട്ടും നിന്നിട്ട് ನಾನು കാവൽ കേൾക്കണേ. ജാവ് ഉറങ്ങിയിട്ട് നല്ല ആരോഗ്യവന്തരായിട്ട് ഉറങ്ങിയ മനുഷ്യ സുബൈക്കഞ്ച് നോക്കുമ്പോൾ ഒരു സൈഡില്ല, സുബൈക്കഞ്ച് നോക്കുമ്പോൾ അറ്റാക്കായിട്ട് ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ നിരീക്കാണ്ട പണ്ടോ ചില മുസീബത്തിനെ തൊട്ടു നിന്നിട്ട് ನಾನು കാവൽ കേൾക്കട പഠിച്ചവനെ. അതേപോലെ ഓ ജമീ സഹത്തിക്ക, നിൻ്റെ എല്ലാ അദാബിനെ തൊട്ടും. സഹത്തിയെ നിങ്ങളുടെ അർസ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തെ ಬಗ್ಗೆ അർസാഞ്ചുള്ള ഒരു ആ പ്രയോഗ അത് അള്ളാഹു മുഹാലായിട്ടിക്കിട്, അത് മനുഷ്യക്കുള്ള ഒരു സ്വഭാവമായിട്ടിക്കിട്. അതേ സമയത്ത് അള്ളാഹുടെ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം രൂപത്തിൽ ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ നമുക്ക് ശിക്ഷ തണ്ട. ആ ശിക്ഷരെ തൊട്ടും എല്ലാ ജാതി ശിക്ഷരെ തൊട്ടും നിന്നിട്ട് ನಾನು കാവൽ കേൾക്കട റബ്ബേ ചൊല്ലോ. ഭാരി ഒരു അഗത്യമായ ഒരു ദ്വാ, ആ പരിപൂർണമായി ഭയങ്കര അർത്ഥവ്യാപ്തിക്ക് പണ്ട് ഒരു ദ്വാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരുന്നോണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്നത് സ്വഹീഹായ ഹദീസിൽ കണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ദ്വായിൽ ഇന്നതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ.